റഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് ഈ പാഠത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പാഠം ആദ്യത്തെ പാരഗ്രാഫ് ഒന്ന് അർത്ഥം വെച്ച് നോക്കാം. എഴുത്തിബാർ. എഴുത്തിബാർ എന്ന് പറഞ്ഞാൽ പരിഗണന, വിശ്വാസം എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ നോക്കാം. മാ കോ അപ്നെ ബൈട്ടെ और ज़मींदार को अपने लहलहाते हुए सरसब्ज़ व शादाब खेत देखकर जो खुशी होती है वही खुशी बाबा भारती को अपना घोड़ा देखकर होती थी. അതായത് ഒരു അമ്മക്ക് തൻ്റെ കുട്ടിയെ, അല്ലെങ്കിൽ ഒരു കൃഷിക്കാരന് തൻ്റെ തഴച്ചു വളരുന്ന പച്ച പിടിച്ചിട്ടുള്ള ജമീന്ദാർ പറഞ്ഞാൽ കൃഷിക്കാരന്, അതുപോലെ തന്നെ ലഹ്ലഹാന എന്ന് പറഞ്ഞാൽ തഴച്ചു വളരുന്ന, സർസബസ് എന്ന് പറഞ്ഞാൽ പച്ച പിടിച്ച, അതുപോലെ തന്നെ ഷാദാബ് എന്ന് പറഞ്ഞാൽ സസ്യ ശ്യാമളമായ അർത്ഥം. ഫുൾ എഴുതിയിട്ടില്ല. ഖേതന വയൽ ദേക്കർ കണ്ടിട്ട്. അപ്പോൾ ജമീന്ദാർക്കോ, ജമീന്ദാർ എന്ന് പറഞ്ഞാൽ കൃഷിക്കാരന് തൻ്റെ തഴച്ച് വളരുന്ന സർസബുസ് എന്ന പച്ച പിടിച്ച, അതുപോലെ തന്നെ സസ്യശ്യാമളമായിട്ടുള്ള വയൽ കണ്ടിട്ട് എത്ര സന്തോഷമാകുന്നുവോ ആ ഒരു സന്തോഷം, വഹി ഖുഷി, ആ ഒരു സന്തോഷം ബാബ ഭാരതിക്ക് തൻ്റെ മകനെ, തൻ്റെ കുതിരയെ കണ്ടിട്ട് ഉണ്ടായിരുന്നു. യേ ഘോഡ, ഈ കുതിര, ബഡാ ഖുബ്സൂറത്ത്, വളരെ വലിയ ഭംഗിയുള്ളതായിരുന്നു. ഉസ്കെ മുഖാബലെ, അതിൻ്റെ തുല്യമായിട്ട്, മുഖാബല എന്ന് പറഞ്ഞാൽ അതിനോട് തുല്യമായിട്ട്, അതിനോട് താരതമ്യമായിട്ട്, മുഖാബലെ കാ ഘോഡ സാരെ അലാഖ മേ നത, ആ ഒരു മുഴുവൻ പ്രദേശത്തും ഉണ്ടായിരുന്നില്ല. ബാബ ഭാരതി ഉസെ സുൽത്താൻ കഹ്കർ ബുലാത്തെ തേ, ബാബ ഭാരതി അതിനെ സുൽത്താൻ എന്നായിരുന്നു വിളിച്ചിരുന്നത്. അപ്പനെ ഹാത്ത് സെ ഖരേറ കർത്തെ, തൻ്റെ കൈ കൊണ്ട് ബ്രഷ് ചെയ്തു കൊടുക്കും. അപ്പനെ ഹാത്ത് സെ, തൻ്റെ കൈ കൊണ്ട് ദാന ഖിലാത്തെ, ദാനാൽ ധാന്യം, ദാനാപാനി എന്ന് പറഞ്ഞാൽ ഭക്ഷണം. അപ്പോൾ തൻ്റെ കൈ കൊണ്ട് അതിന് ഭക്ഷണം നൽകും, അല്ലെങ്കിൽ അതിന് ധാന്യം നൽകും. അവർ ദേക്ക് ഖുഷ് ഹോത്തെ, അതിനെ നോക്കി വളരെ സന്തോഷവാനാകും. സുൽത്താൻ സെ ജുദായി, സുൽത്താൻ്റെ വേർപാട്, ജുദായി കാ ഹയാൽ, ജുദായി എന്ന വേർപാട്, ജുദായി കാ ഹയാൽ ബി ഉൻകെ ലിയെ നാകാബിൽ ബർദാസ്ത് താ, സുൽത്താൻ്റെ വേർപാടിൻ്റെ ചിന്ത വരെ അദ്ദേഹത്തിന് നാകാബിൽ എന്ന് പറഞ്ഞാൽ പറ്റാത്ത, നാകാബിൽ, കാബിൽ പറഞ്ഞാൽ യോജിച്ച, പറ്റിയ, നാകാബിൽ എന്നാകുമ്പോൾ പറ്റാത്ത, ബർദാസ് പറഞ്ഞാൽ സഹിക്കൽ, അപ്പോൾ സഹിക്കാൻ പറ്റാത്തതായിരുന്നു സുൽത്താൻ തൻ്റെ അടുത്തുനിന്ന് വേർപിരിഞ്ഞു പോവുക. സുൽത്താൻ എന്ന കുതിര തൻ്റെ അടുത്തുനിന്ന് വേർപിരിഞ്ഞു പോവുക എന്നുള്ളത് അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റാത്തതായിരുന്നു. ഉൻകോ വഹും ഹോഗയ, അദ്ദേഹത്തിന് സംശയം ഉണ്ടായിരുന്നു, ഹോഗയാത്ത ഉണ്ടായിരുന്നു. കെ എന്തെന്നാൽ മേ ഉസ്കെ ബഗൈർ ജിന്ദ ന രഹ് സകൂങ്ക, എനിക്ക് ഈ കുതിരയെ കൂടാതെ ജീവിക്കാൻ കഴിയൂല എന്നുള്ള ഒരു ചിന്ത വരെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. വോ ഉസ്കി ചാൽ പർ ഫരീഫ്ത തേ, അവൻ അതിൻ്റെ ആ നടത്തത്തിൽ ആസക്തനായിരുന്നു. കഹത്തെ, അങ്ങനെ പറഞ്ഞിട്ട്, ഇസ് തറഹ് ചൽത്താ ഹെ, അത് ഇങ്ങനെയാണ് നടക്കുന്നത്, ജയ്സെ എങ്ങനെ, താവൂസ് മയില്, ഔദി കഠാവോ കോ ദേഖ് കർ നാച്ച് രഹാ ഹോ. ഔദി എന്ന് പറഞ്ഞാൽ വഴുതനയുടെ നിറമുള്ള, കഠാവോ എന്ന് പറഞ്ഞാൽ തഴമ്പ്, അത് കണ്ടിട്ട് എന്താണ്, ദേഖർ നാച്ച് രഹാഹോ, അത് നൃത്തം ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ നൃത്തം ചെയ്യുന്ന രീതിയിലാണ് തൻ്റെ കുതിര നടക്കുന്നത് എന്നാണ് ഇയാളുടെ അഭിപ്രായത്തിൽ, ബാബ ഭാരതിയുടെ അഭിപ്രായത്തിൽ തൻ്റെ കുതിര. ഏതായാലും ഗാവോക്ക് ലോഗ്, ആ ഗ്രാമത്തിലുള്ള ജനങ്ങൾ ഇസ് മൊഹബത്ത് പർ ഹൈറാൻ തേ, ഈ ഒരു സ്നേഹത്തിൽ വളരെ അമ്പരന്നവരായിരുന്നു. വാസ് വക്ത് ഖങ്കിയോൻ സെ, ചില സമയത്ത്
കങ്കിയോസെ ഇഷാരെ ബി കർത്തേ തേ. കങ്കിയോസെ ദേഖന എന്ന് പറഞ്ഞാൽ സ്വന്തം കണ്ണിനെ രക്ഷപ്പെടുത്തി നോക്കുക എന്നാണ്. അപ്പോൾ അങ്ങനെ അവർ, അതായത് സ്വന്തമായിട്ടൊരു പ്രശ്നവും സംഭവിക്കാതെ അദ്ദേഹത്തിനെ ഉണർത്തിയിരുന്നത്. ഇഷാരെ ബി കർത്തേ തേ, അവർ സൂചനയും നൽകിയിരുന്നു എത്രയൊന്നും സ്നേഹിക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ. മഗർ പക്ഷേ ബാബ ഭാരതി കോ ഉസ്കി പർവ നത്തി. പർവ പറഞ്ഞാൽ ശ്രദ്ധിക്കാന്ന്, പർവ നത്തി പറഞ്ഞാൽ അതൊന്നും ശ്രദ്ധിച്ചില്ല. ജബ് തക്ക് എപ്പം, എത്ര വരെ, ശാം കോ വൈകുന്നേരം, വോ സുൽത്താൻ പർ സവാർ ഹോക്കർ, സുൽത്താൻ്റെ മേൽ സഞ്ചരിച്ചിട്ട് 8-10 മൈൽ, ഒരു 8-10 മൈൽ എന്ന് പറഞ്ഞാൽ ഏകദേശം 8-10 മൈലുകൾ, കിലോമീറ്ററുകൾ. മേൽക്ക ചക്കർ ന ലഗാത്തെ, ചക്കർ ലഗാന ചുറ്റിക്കറങ്ങുക അല്ലെങ്കിൽ വീണ്ടും വീണ്ടും സന്ദർശിക്കുക എന്നൊക്കെ അർത്ഥം. ന ലഗാത്തെ, അതങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഉനെ ചീൻ ആത്ത, അവനക്ക് ഒരു ആശ്വാസം ഉണ്ടാവുകയില്ല. അത്രയും വലിയ അഡിക്റ്റായി കുതിരക്ക്. ഈ സമയത്താണ് കൊള്ളക്കാരനായിട്ടുള്ള കൽഹൻ വരുന്നത്. ഇൻഷാ അല്ലാഹ് അത് അടുത്ത ക്ലാസ്സിന് പറയാം. വലൈക്കും വറഹ്മത്തുള്ളാഹി.